കേരളത്തിൽ വിജയതരംഗം തീർത്ത യു.ഡി.എഫിന് പട്ടാമ്പിയിലേറ്റ പരാജയത്തിൽ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് പ്രവർത്തകർ രംഗത്ത്. തോൽവിയിൽ നിന്ന് പഠിക്കാത്തവർ പടിയിറങ്ങണം, മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി രാജിവെക്കണം തുടങ്ങിയ വിമർശനാത്മകമായ പോസ്റ്റുകളും കമന്റുകളുമാണ് ലീഗിന്റെ സൈബർ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ 102 സീറ്റുകളോടുകൂടി യു.ഡി.എഫ് അധികാരത്തിൽ വന്നപ്പോഴും പട്ടാമ്പി മണ്ഡലം നഷ്ടപ്പെട്ടതിൽ പ്രതിഷേധവുമായി യു.ഡി.എഫ് പ്രവർത്തകർ. സൈബർ ഇടങ്ങളിലാണ് മുസ്ലിം ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. ഗ്രീൻ സൈബർ വിംഗ് പട്ടാമ്പി എന്ന ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ട പട്ടാമ്പിയിലെ ലീഗ് നേതൃത്വം തോൽവിയെ അംഗീകരിച്ച് പടിയിറങ്ങണം എന്ന വിമർശനാത്മകമായ പോസ്റ്റ് ഇപ്പോൾ ചർച്ചയാവുകയാണ്. പട്ടാമ്പി സീറ്റ് ലീഗിനോ കോൺഗ്രസിനോ എന്ന ചർച്ചകൾ നീണ്ടുപോയതും ഇത് സ്ഥാനാർത്ഥി നിർണയത്തെ തന്നെ വൈകിപ്പിച്ചതും തോൽവിക്ക് കാരണമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഇതേ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു പട്ടാമ്പി നേരിട്ടതെന്നും ഒരേ തെറ്റുകൾ ആവർത്തിക്കാനല്ല, തിരുത്തി മുന്നേറാനാണ് ഞങ്ങൾക്ക് താൽപര്യമെന്നുമാണ് കുറിപ്പിൽ പറയുന്നത്. പട്ടാമ്പിയിലെ തോൽവി അപ്രതീക്ഷിതമായിരുന്നില്ലെന്നും മറിച്ച് നേതൃത്വത്തിന്റെ വീഴ്ചകളുടെ സ്വാഭാവിക ഫലമാണെന്നും വോട്ടർമാർ നൽകുന്ന താക്കീതുകൾ ഓരോ തവണയും അവഗണിക്കുന്നത് ഇനി അനുവദിക്കാനാവില്ല എന്ന താക്കീതുകൂടി കുറിപ്പിൽ പങ്കുവയ്ക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി എല്ലാ പഞ്ചായത്തുകളിലും പ്രവർത്തക കൺവെൻഷൻ വിളിച്ച് സീറ്റ് ലീഗിന് ഉറപ്പായെന്നും വിജയിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകണമെന്നുമുള്ള നിർദ്ദേശങ്ങൾ പ്രവർത്തകർക്ക് നൽകുകയും ചെയ്തിരുന്നു. ഈ ആത്മവിശ്വാസത്തിലായിരുന്നു പ്രവർത്തകർ. സീറ്റ് കോൺഗ്രസിനായപ്പോൾ നിരാശരായ മുസ്ലിം ലീഗ് പ്രവർത്തകരെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് സജീവമാക്കുന്നതിൽ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി പാടെ പരാജയമായിരുന്നു എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. കപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം.